30 വെള്ളിക്കാശും വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തു. പ്രസ്ഥാനത്തെ അപമാനിക്കോ. ബലിദാനികളെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട് ഇന്ന് ഞങ്ങളെടുത്തോളാം. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. മാധ്യമങ്ങളെ ബഹിഷ്കരിക്കാനും പ്രതിഷേധിക്കാനും വിമർശിക്കാനും എല്ലാവർക്കുമുണ്ട് അവകാശം. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ പല നേതാക്കന്മാരും തോൽവി സ്വയം വിമർശനത്തോടെ വിലയിരുത്തുന്നത് വാർത്തയാക്കുമ്പോൾ മാധ്യമങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമെന്നും നേരെ ഓഫീസിൽ വന്ന് കാണിച്ചു തരാമെന്നും പറയുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാഭാവിക രീതിയാണോ? സംസ്ഥാന അധ്യക്ഷൻ ഭീഷണിപ്പെടുത്തുന്നത് മാധ്യമങ്ങളെയാണോ, അതോ ആ തഞ്ചത്തിന് സ്വന്തം പാർട്ടിയിലെ കലാപകാരികളെയാണോ? പാർട്ടി വിട്ടുപോകുന്നവരെ പട്ടാപ്പകൽ എടുത്തോളാമെന്ന് കൊലവിളി വിളിക്കുന്ന യുവമോർച്ചയും അകത്തുയരുന്ന വിമർശനങ്ങളെ മൂടിവെക്കാനാണോ ഈ ഭീഷണിപ്പെടുത്തൽ തെരുവിൽ നടത്തുന്നത്? വരുതിയിൽ നിൽക്കാത്തവരെയൊക്കെ വിരട്ടി നിർത്താൻ ശ്രമിക്കുന്നോ, അതോ എന്തുകൊണ്ട് തോറ്റു എന്നതിന് ഉത്തരമില്ലാത്തതുകൊണ്ട് കാണിക്കുന്ന നാടകമോ? പരിശോധിക്കുന്നു 1 മണിക്കൂർ. സ്വാഗതം. പാനലിൽ ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകരായ ആനന്ദ് കൊച്ചുകുടി, ശ്രീജിത്ത് പണിക്കർ, ഷാബു പ്രസാദ് എന്നിവർ. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകർ മര്യാദയ്ക്ക് നടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ വിനാശമുണ്ടാകും എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഭീഷണി എന്ത് മര്യാദയാണ്? കൈകാര്യം ചെയ്യും, മുമ്പിലുള്ള ഒരു പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ, അതിനെ ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ കൈവെക്കുമെന്നോ കൈവെട്ടുമെന്നോ അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കുമെന്നോ ആണ് നിങ്ങൾ അതിൻ്റെ ആ വാക്യാർത്ഥത്തിൽ എടുത്തിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. എന്താണ് സുരേന്ദ്രൻ പറഞ്ഞത്? ഞങ്ങളെപ്പറ്റി തെറ്റായ വാർത്തകൾ, കള്ള വാർത്തകൾ, ശരിയല്ലാത്ത വാർത്തകൾ, മാനിപ്പുലേറ്റഡ് ന്യൂസ് ഇവിടുത്തെ പല മാധ്യമങ്ങളും പറയുന്നു. അത് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ വരും, നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഞങ്ങളോട് ഉത്തരം പറയണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താണ് പ്രശ്നം അപർണ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലാതെ നിങ്ങളെ ഓടിച്ചിട്ട് തല്ലുമെന്നോ വഴിയിൽ വെച്ച് കൈകാര്യം ചെയ്യുമെന്നോ കയ്യും കാലും തല്ലി ഒഴിക്കുമെന്നോ കൊല്ലുമെന്നോ 51 മാഷാള്ള സ്റ്റിക്കർ പതിച്ച ഇന്നോവയിൽ വന്ന് 51 വെട്ടി കൊന്നുകളയുമെന്നോ എന്നൊന്നുമല്ല അവിടെ പറയുന്നത്. അതായത് മര്യാദയ്ക്ക് നടക്കണം എന്ന് പറയുന്നതിന്റെ ഒപ്പമാണ് ഈ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി പറയുന്നത്. അത് ഹാൻഡിൽ ചെയ്യും, കൈകാര്യം ചെയ്യും, ഹാൻഡിൽ ചെയ്യും, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്താണ്? മര്യാദയ്ക്ക് നടക്കണമെന്ന് പറയുന്നതും അങ്ങനെയാണ്. മര്യാദയ്ക്ക് നടക്കണം, എല്ലാവരും മര്യാദയ്ക്ക് നടക്കണമല്ലോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അവരോട് മര്യാദകേട് നിങ്ങൾ കാണിച്ചു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നടക്കണം എന്ന് പറയാൻ അവർക്കും അവകാശമുണ്ട്. അതാണ് പറഞ്ഞത്. എന്താ കുഴപ്പം? മര്യാദയ്ക്ക് നടക്കണം അല്ലെങ്കിൽ മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. കാര്യം നിങ്ങൾ കാണിക്കുന്നത് മര്യാദകേടാണ്. നിങ്ങൾ കാണിക്കാത്ത ആ മര്യാദ നിങ്ങൾ ഇനി മര്യാദയ്ക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് എനിക്കതിൻ്റെ അകത്ത് പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. അല്ലാതെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ തരത്തിൽ ഒരു ഭീഷണി മുഴക്കാൻ മാത്രമുള്ള മര്യാദക്കാരുടെ എന്തുണ്ടാക്കി ഉപതെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഒരു ചോദ്യമാണ്. രണ്ടാമത്തേത്, അതിന് ഈ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു ചോദ്യം. മാധ്യമങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്? എന്തായാലും മാധ്യമങ്ങളെ ഇറച്ചിക്കടയ്ക്ക് മുമ്പ് നിൽക്കുന്ന പട്ടിന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതും ഈ അടുത്ത കാലത്ത് തന്നെയാണ് നമ്മളത് കേട്ടതുമാണ്. അതുപോലെ മാധ്യമ പ്രവർത്തകർ അവരുടെ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതും ഈ കേരളത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ മര്യാദയ്ക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കും, ഇറക്കി വിടും എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഈ കേരളത്തിൽ തന്നെയാണ്. അതിന് പകരം അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഞങ്ങളെപ്പറ്റി മര്യാദയില്ലാത്ത വാർത്തകൾ, മര്യാദയില്ലാതെ പെരുമാറുന്നു, ഞങ്ങളത് ചോദിക്കാൻ നിങ്ങളുടെ ഓഫീസിൽ വരും, നിങ്ങളുടെ സ്ഥാപനത്തിൽ വരും, നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്നതിൻ്റെ അകത്ത് എവിടെയാണ് പ്രശ്നമുള്ളത്? ഇതൊന്നും പ്രശ്നമല്ലാത്ത നിങ്ങൾക്ക് ഈ പറഞ്ഞത് പ്രശ്നമാവുന്നു എന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, ഉപതെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുന്നു. അതിനുശേഷം അതേ പാർട്ടിയിൽ നിന്ന് BJP-യിൽ നിന്ന് തന്നെ പല നേതാക്കന്മാരും ഈ തോൽവി വിലയിരുത്തുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളിയതാണെന്ന് അവിടുത്തെ മുതിർന്ന നേതാവ് ശിവരാജൻ പറയുന്നു. അത് തന്നെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും പറയുന്നു. ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് പറയുന്നത് ഇല്ലാ കഥകൾ പറയരുത്, മര്യാദയ്ക്ക് നടക്കണം, ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഈ BJP-യുടെ അകത്ത് നിന്ന് നേതാക്കന്മാർ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായ വിലയിരുത്തൽ, തോൽവിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ, ഇതൊക്കെ പറയുമ്പോഴാണ് മര്യാദ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് നേതാക്കന്മാർക്ക് തോന്നുന്നത്. അല്ല, അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. കാര്യം അവരുടെ ഓപ്പൺ കമന്റ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്തതിനെ പറ്റിയോ ഒന്നുമല്ല പറഞ്ഞത്. ഇവിടെ എന്താണ്, കെ സുരേന്ദ്രൻ രാജിവെക്കാൻ പോകുന്നു. കേരളത്തിൽ നിന്ന് സന്ദീപിനോടൊപ്പം കൂട്ടത്തോടെ കൗൺസിലർമാർ ഇതിലേക്ക് കോൺഗ്രസിലേക്ക് പോകാൻ പോകുന്നു. കെ സുരേന്ദ്രൻ ഇന്നലെ ഒരു ചർച്ചയുണ്ടായിരുന്നു മറ്റൊരു മാധ്യമത്തിൽ, ഞാനും ശ്രീജിത്തും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നതാണത്. എന്താണ് പറയുന്നത്, ഒരു റിപ്പോർട്ട് ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത, എവിടെ നിന്നാണെന്ന് പോലും അറിയാൻ വയ്ക്കാത്ത ഒരു റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ ഇവിടെ BJP-ക്കെതിരെ പ്രവർത്തിച്ചു, സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചു എന്ന് ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ചർച്ച ഇവിടെ, അതായത് BJP-യെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരു BJP നേതാവ് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ, ആ പ്രവർത്തിച്ചു എന്ന് പറയുന്ന നേതാവ് ആ ചർച്ച നടക്കുന്ന ആ സമയത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് പാർട്ടി നിയോഗപ്രകാരം ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ഇങ്ങനെ തലയും വാലും ഒന്നുമില്ലാത്ത, എവിടെ നിന്നോ അതിന്റെ ആധികാരികമായ ഒരു സോഴ്സും ഇല്ലാത്ത ഇങ്ങനെ പറയുമ്പോൾ, ഈ രീതിയിൽ ഒരു പ്രസ്ഥാനത്തിനെ അപമാനിക്കുന്ന രീതിയിൽ പറയുമ്പോൾ അത് മര്യാദകേടാണ്. എല്ലാം തലയും വാലും ഇല്ലാത്തതാകുന്നത് എങ്ങനെ ശ്രീ ഷാബു പ്രസാദ്? BJP-യുടെ നേതാക്കൾ പാർട്ടി വിടുന്നു. വയനാട്ടിൽ നിന്ന് BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റ് പാർട്ടി വിട്ടുപോകുന്നു. ഈ തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായതുകൊണ്ട് തോറ്റു, സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായതുകൊണ്ട് തോറ്റു എന്ന് BJP-യുടെ നേതാക്കൾ പാലക്കാട് നിന്ന് പറയുന്നു. ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതാണ്, അത് പരിഗണിച്ചില്ല എന്ന് പറയുന്നു. നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. പ്രമീള ശശിധരനോ അല്ലെങ്കിൽ ശിവരാജനോ ഓപ്പണായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കമന്റുകൾ റിപ്പോർട്ട് ചെയ്തതിനാണ് സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതിനല്ല, അതെല്ലാവരും കേട്ടതാണ്, കണ്ടതാണ്. ഇവിടെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞതാണ്. ഇതൊന്നുമില്ലാതെ ഏതോ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ഇവിടെ സുരേന്ദ്രൻ ഇപ്പൊ രാജിവെക്കാൻ പോകുന്നു, ഉച്ചയ്ക്കുള്ള പത്രസമ്മേളനത്തിൽ രാജി പ്രഖ്യാപിക്കും, കേന്ദ്ര നേതൃത്വം BJP-യെ ശാസിക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, ഇവിടുത്തെ പ്രമുഖ നേതാക്കൾ ആരാണ്, ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി അവിടുത്തെ കൗൺസിലർമാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണ് മര്യാദഘട്ട റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇതാണ് മര്യാദ. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങ് രണ്ട് വഴി. ഓക്കെ, താങ്കൾ പറയുന്നത് പോലെ അല്ല, ഒരു പാർട്ടിക്കകത്ത് ആ വിഷയം തോൽവി ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത അസംതൃപ്തിയുടെ പ്രതികരണങ്ങളുണ്ട്. അതൊന്നും താങ്കൾ കൂട്ടി വായിക്കേണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പോഴും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാം, ബഹിഷ്കരിക്കാം. ഇതൊന്നുമല്ലാതെ കൈകാര്യം ചെയ്യും, ഓഫീസിൽ വന്ന് വിരട്ടും എന്നൊക്കെ പറയുന്നത് ഇത് ആ പാർട്ടിയുടെ സ്വാഭാവിക രീതിയായിരിക്കും. എന്താ, നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസിലേക്ക് ഇപ്പം എന്നെ പറ്റി ഒരു മോശമായ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്താൽ എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ വന്ന് ചോദിക്കാൻ അവകാശമില്ല. അതോ ഞാൻ കോടതി പോകണമെന്നാണോ പറയുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ എന്തിനാണ് എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കാനുള്ള മൗലിക അവകാശം എനിക്കുണ്ട്. എനിക്കുള്ള മൗലിക അവകാശം ഇവിടെ സുരേന്ദ്രനുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട്. അത് ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കളയുമെന്നോ കൈകാര്യം ചെയ്ത് അങ്ങ് കയ്യും കാലും അടിച്ചൊടിക്കണോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യാഖ്യാനം. അത് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം. പക്ഷേ അങ്ങനെ ചോദിക്കാൻ അവകാശം ഉണ്ടോ പറഞ്ഞാൽ ആർക്കും ആരെ പറ്റിയും എന്തും പറയാനുള്ള അവകാശമൊന്നും ഈ നാട്ടിലില്ല. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക അവകാശമൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ എന്തിന് നിങ്ങളതിങ്ങനെ പറയുന്നു എന്ന് ചോദിക്കാനുള്ള ആ മൗലിക അവകാശം ഉപയോഗിക്കും എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ചോദിക്കാൻ പാടില്ലേ നിങ്ങളോട്? അതല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുന്ന സ്വാഭാവിക രീതി അതായതുകൊണ്ടല്ല, അല്ലേ? ഇതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാഭാവിക രീതി.
ഇത് വഴി അവർക്ക് നടത്താൻ അവരോട് നിങ്ങൾ വഴി കാണിക്കുന്ന നടക്കില്ല, അവരോട് നിങ്ങളെ കൈകാര്യം ചെയ്യും, ഞങ്ങൾ ഓഫീസിലേക്ക് വരും. അവരോട് കാണിക്കുന്ന മര്യാദകേട് എന്നവർ പറയുന്നു. ആ മര്യാദ നിങ്ങൾ എന്തിന് ഞങ്ങളോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കുന്നു എന്ന് നിങ്ങളോട് ചോദിക്കാൻ സുരേന്ദ്രന് അവകാശം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നതാണ് ഫാസിസം. ആ പറയുന്നതാണ് ഫാസിസം. ഞങ്ങൾ എന്തും പറയും, ഞങ്ങളോട് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. ചോദിക്കും എന്ന് പറഞ്ഞാൽ ദാ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഇതിന്റെ പേരാണ് ഫാസിസം, ഇതിന്റെ പേരാണ് മര്യാദകൾ. അതല്ലാതെ ഈ തോൽവിക്ക് ശേഷം പാർട്ടിക്കകത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രതികരണങ്ങൾ, ഇതിൽ നിന്നൊന്നും ശ്രദ്ധ മാറ്റാനല്ല, ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ നിന്നൊന്നും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ പറയുന്നത്, അല്ലേ? അല്ല അല്ല, ഇത് കാര്യം ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ, ഇത്രയും കാലം ഇക്കണ്ട കാലം മുഴുവൻ BJP ഇവിടെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 19 വർഷമായി പാലക്കാട് മുനിസിപ്പാലിറ്റി, പാലക്കാട് നിയമസഭാ മണ്ഡലം കൈവച്ച് ജയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉണ്ടാകുന്ന വെപ്രാളവും ജാള്യതയും മറക്കാൻ അതിനുത്തരത്തിലേക്ക് താങ്കളെത്തി. ഇതിനു മുമ്പ് പരാജയമുണ്ടായപ്പോൾ പരാജയ കാരണങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടില്ലേ? നിങ്ങളെ ഈ വാക്കുകൾ സെലക്റ്റീവായിട്ട് എടുത്ത് വളച്ചൊടിക്കണ്ട. BJP ഇവിടെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ, എക്സെപ്റ്റ് 2 പ്രാവശ്യം. ഒന്ന് നേമത്തും ഒന്ന് തൃശ്ശൂരും. ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലും പാർലമെന്റിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ഇക്കണ്ട കാലം മുഴുവൻ BJP പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പിലുള്ള പരാജയം BJP അങ്ങ് തളർത്തി കളഞ്ഞു എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വിവരക്കേടാണ്. BJP ഇതിനു മുൻപല്ല വിമർശനത്തിന് BJP വിധേയമാകുന്നത്, ഇതിനു മുൻപല്ല. പക്ഷെ കൈകാര്യം ചെയ്യുമെന്നും ഓഫീസിൽ കയറി വന്ന് ആദ്യമായിട്ടാണ്. ഐ വിൽ ഹാൻഡിൽ ദാറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചൊടിച്ചിരിക്കുമെന്നാണോ അതിന്റെ ഞങ്ങൾക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്. കൈകാര്യം ചെയ്യണമെന്നറിയാം. അറിയാം. അതാണ് പറഞ്ഞത്. നിങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ വരും, നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്നതിൻ്റെ അകത്ത് എവിടെയാണ് ശാരീരികമായ കൈകാര്യം ചെയ്യൽ കിടക്കുന്നത്? അതിൻ്റെ അകത്ത് എവിടെയാണ് ഭീഷണി കിടക്കുന്നത്? അത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ മനോവൈകൃതമാണത്, നിങ്ങളുടെ മനസ്സിന്റെ വൈകൃതമാണത്, നിങ്ങളുടെ കാപട്യമാണത്, നിങ്ങളുടെ കള്ളത്തരമാണത്. ഓക്കെ, ഞാൻ തിരികെത്താം. ശ്രീജിത്ത് പണിക്കർ, അതൊരു ഫ്രേസ് മാത്രമാണ്. ഹാൻഡിൽ ചെയ്യും എന്ന് പറയുന്നതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നു പറയുന്നത്. ഇതൊരു ഭീഷണിയാണ് എങ്കിൽ ആ ഭീഷണി ശരിക്കും മാധ്യമങ്ങളോടായിരുന്നില്ല, ആ പറയുന്നത് പാർട്ടിക്കകത്ത് കലാപക്കൊടി ഉയർത്തുന്ന വിമതരോടാണ്. അതുകൊണ്ടാണ് ഇതൊരു ഭീഷണി ആയിരുന്നില്ല എന്ന തരത്തിൽ ഇപ്പോൾ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ തോന്നുന്നു? അപർണ, മാധ്യമങ്ങളെ അദ്ദേഹം കുറെ കാലമായിട്ട് ശ്രീ കെ സുരേന്ദ്രൻ പല വിഷയങ്ങളിലായിട്ട് പഴിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പിന്തുണച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ PV അൻവറിന്റെ വിഷയമുണ്ടാകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്ന കൺസേൺസ് ഇതാണ്: മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ തെറ്റായ രീതിയിലത്തേക്കുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിനെ കുറിച്ച് പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രനുള്ളതിന് സമാനമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ. അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ശ്രീ PV അൻവർ പ്രതികരിച്ചപ്പോൾ അതിനെ വിമർശിച്ചയാളാണ് ശ്രീ കെ സുരേന്ദ്രൻ. ആ രീതിയിൽ മാധ്യമങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞയാളാണ് ശ്രീ കെ സുരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം വിമർശന വിധേയമാകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം വിമർശന വിധേയമാകുന്ന സമയത്ത് മറ്റൊരു സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സമീപനമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ കെ സുരേന്ദ്രൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ പത്രസമ്മേളനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങളെ BJPക്കാണ് കൂടുതൽ ആവശ്യം, അല്ലാതെ മാധ്യമങ്ങൾക്ക് BJP അല്ല കൂടുതൽ ആവശ്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തുള്ള ഇടപെടൽ കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒന്ന്. രണ്ട്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾ അവരുടെ സോഴ്സ് വഴി കിട്ടുന്ന വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അപകീർത്തികരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള എല്ലാവിധ അവകാശാധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട്, മറ്റേതൊരു പാർട്ടി പ്രവർത്തകനുമുണ്ട്. ഒരു മാധ്യമം അവരുടെ സോഴ്സ് വഴി ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു വാർത്ത എടുത്തതിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എല്ലാ ആൾക്കാരെയും അതുകൊണ്ട് അത് പ്ലീസ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. അതായത് സുരേന്ദ്രനും സന്തോഷമുണ്ടാകട്ടെ,
സന്ദീപ് വാര്യർക്കും സന്തോഷമുണ്ടാകട്ടെ, പ്രമീള ശശിധരനും സന്തോഷമുണ്ടാകട്ടെ, എൻ ശിവരാജനും സന്തോഷമുണ്ടാകട്ടെ എന്നുള്ളതല്ല മാധ്യമങ്ങളുടെ അജണ്ട. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വാർത്ത, അതിൻ്റെ ആധികാരികതയെപ്പറ്റി അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനെ അവർ ഫ്ലാഷ് ചെയ്യുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ശ്രീ സന്ദീപ് വാര്യർ അസ്വസ്ഥനാണ് എന്നും അദ്ദേഹം പാർട്ടി വിട്ടേക്കും എന്ന് പറഞ്ഞ് ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിലൊന്ന് ന്യൂസ് 18 ആണ്. ആ വാർത്ത പുറത്തു വരുന്ന സമയത്ത് എങ്ങനെയാണ് അന്നുണ്ടായിരുന്ന BJP നേതൃത്വം, ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ പ്രതികരിച്ചത് എന്ന് നോക്കുക. അത് അങ്ങനെ ഒരു വിഷയമില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന പല ആൾക്കാരുമുണ്ട്. ശ്രീ കെ സുരേന്ദ്രൻ അടക്കം പറഞ്ഞത് സന്ദീപ് വാര്യരെ എന്നും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് തെറ്റായ രീതിയിലുള്ള വാർത്തകളാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് ആ വാർത്ത സത്യമാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ പറയുന്നതാണോ പൊതുസമൂഹം കൂടുതൽ വിശ്വസിക്കുന്നത്, അതോ മാധ്യമങ്ങൾ പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം, അന്ന് പറഞ്ഞ കാര്യം പിന്നീട് സത്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എല്ലായ്പ്പോഴും പ്രതികരണങ്ങളിൽ സംയമനം പാലിക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ ചരിത്രമാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രമാണെങ്കിലും അവരുടെ വിവരങ്ങൾ ലീക്ക് ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് വരുന്നതിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെ ആദ്യമായി ഈ രീതിയിലത്തേക്ക് വിമർശന വിധേയനാകുന്ന വ്യക്തി സുരേന്ദ്രനോ പാർട്ടി BJPയോ അല്ല. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെയാണ്, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം കൂടി മനസ്സിലാക്കണം. ഇനി അപകീർത്തികരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു താല്പര്യത്തോടു കൂടി അദ്ദേഹത്തിന് പ്രതികരിക്കാം. ഇനി അതല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിയമ നടപടികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ വിമർശിക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട് എന്നും മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ മേലധികാരികളെ തൃപ്തിപ്പെടുത്തുന്നതിനല്ല, മറിച്ച് അത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. ഇനി മാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ തെറ്റാണ്, അത് വ്യാജ വാർത്തയാണ് എങ്കിൽ അതിന് വ്യാജ വാർത്തയാണ് എന്ന് കേവലം വാക്കുകൊണ്ട് അല്ലെങ്കിൽ നാക്കുകൊണ്ട് പറയുന്നതിന് പകരം അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അദ്ദേഹം സ്വയം ഏറ്റെടുക്കേണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് തെറ്റായിട്ട് തോന്നുന്ന വാർത്ത, വ്യാജ വാർത്ത എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന വാർത്ത, ആ വാർത്ത ഏതാണെങ്കിലും ആ വാർത്ത അങ്ങനെ അല്ല, അതിൻ്റെ സത്യാവസ്ഥ ഇന്നതാണ് എന്ന് ആൾക്കാരെ ബോധിപ്പിക്കുന്നതിനുള്ള ഒരു ചാലഞ്ച് അദ്ദേഹം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അദ്ദേഹത്തിന് പറയാവുന്നതാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, BJPയിൽ പാലക്കാട് അവർക്ക് പരാജയം ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശോഭാ സുരേന്ദ്രനും ചില കൗൺസിലർമാരും ചേർന്ന് നടത്തിയിരുന്ന ചില നീക്കങ്ങളാണ് എന്ന രീതിയിലത്തേക്കും, ചില കൗൺസിലർമാർ പുറത്തുനിന്ന് അവിടെ പ്രചരണത്തിന് വന്നിരുന്ന ആൾക്കാരെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർത്തകളാണ്. അത് ആധികാരികമല്ല എങ്കിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ റിപ്പോർട്ടിൽ ഇല്ല എന്നോ അല്ലെങ്കിൽ എന്താണ് അതിലുള്ളത് എന്നതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പുറത്തു പറയേണ്ട, പക്ഷേ അതിനെപ്പറ്റി മാധ്യമങ്ങളെ ധരിപ്പിക്കുന്നതിനും ആ ഒരു ഡൗട്ടിൽ നിന്ന് പാർട്ടിയെയും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ക്ലിയർ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അധ്യക്ഷൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. പക്ഷേ ആ രീതിയിലത്തേക്കുള്ള പ്രതികരണത്തിന് പകരം ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ അവിടെ സംസാരിക്കും, നിങ്ങളെ കൈകാര്യം ചെയ്യും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ വരുന്ന നിരവധി മാധ്യമങ്ങളുണ്ട്, 10-ലധികം ദൃശ്യമാധ്യമങ്ങളുണ്ട്, നിരവധി പ്രിന്റ് മാധ്യമങ്ങളുണ്ട്. ഇവരുടെ എല്ലാം ഓഫീസിലേക്ക് പോകുന്നതിന് മാത്രമേ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷന് കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ള പത്രസമ്മേളനം പോലും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പല മാധ്യമങ്ങളുടെ ഓഫീസുകൾ ഇറങ്ങി നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഇനി 2, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാകേണ്ടത്, ഒരു പൊതുപ്രവർത്തകനും അത് ഉണ്ടാകേണ്ടതാണ്. BJPക്കാരായിട്ടുള്ള ചില പ്രവർത്തകർ, BJPയിൽ മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ BJPയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ മുമ്പ് ചില മാധ്യമ പ്രവർത്തകരെ ജിഹാദികൾ എന്ന് വിളിച്ചിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കേസുണ്ടാകുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു മാധ്യമ പ്രവർത്തകനെ ജിഹാദി എന്ന് പരസ്യമായിട്ട് വിളിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആ ചാനൽ നിയമ നടപടികളിലേക്ക് പോകുന്നു. ആ സമയത്ത് ജിഹാദി എന്ന ഒരു മാധ്യമ പ്രവർത്തകനെ വിളിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടാകേണ്ടിയിരുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. പക്ഷെ അന്ന് അദ്ദേഹം പ്രതികരിച്ച ഏത് രീതിയിലാണ്? പാട്ട കിലുക്കിയിട്ടാണെങ്കിലും ഈ കേസ് പാർട്ടി നടത്തും എന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണം അവിടെ നിന്നുണ്ടായി. ഇത് ശരിയായിട്ടുള്ള രീതിയാണോ? മാധ്യമങ്ങളെ ഇങ്ങനെയാണോ നിങ്ങൾ കാണേണ്ടത്? ഇനി ശ്രീ കെ സുരേന്ദ്രൻ തന്നെ വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടാണ് എങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്ന പല പ്രസ്താവനകൾ നോക്കൂ. ഏറ്റവും ലളിതം, എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ. എന്നെ അദ്ദേഹം കള്ളപ്പണിക്കർ എന്ന് വിളിച്ചിട്ടുണ്ട്, എന്നെ അദ്ദേഹം ആക്രി നിരീക്ഷകൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഏത് പരാമർശമാണ് കള്ളമായത് എന്നതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അദ്ദേഹം 1-ലധികം പത്രസമ്മേളനങ്ങളിൽ എന്നിൽ ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് BJPയുടെ സംസ്ഥാന നേതൃത്വം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും BJP സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു.
ഞാൻ അന്നേ തന്നെ പരസ്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പോസ്റ്റ് ഇട്ട് ചോദിച്ചതാണ്, ആ വീഡിയോ ഏതാണ്? ഞാനല്ലല്ലോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതാത് ചാനലുകളാണ്. ആ ചാനലുകൾ പറഞ്ഞിരിക്കുന്ന ചർച്ചയിൽ ഏത് ഭാഗത്ത്, ഇത്ര മിനിറ്റ് മുതൽ ഇത്ര മിനിറ്റ് വരെയുള്ള ഭാഗത്താണ് ഞാൻ ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ തെളിയിക്കൂ, അത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരൊറ്റ BJP-കാരനും എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ അത് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ വ്യാജ വാർത്ത നിർമ്മിക്കുന്നത് ആരാണ്? ഇങ്ങനെയുള്ള പല ആൾക്കാരുമാണ് വ്യാജ വാർത്ത നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യഥേഷ്ടം വ്യാജ വാർത്ത നിർമ്മിക്കാം. ഏതെങ്കിലും ഒരു സോഴ്സ് വഴി ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിനെ വിമർശിക്കുന്നു, അത് ചവർ വാർത്തയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, ഏഷ്യാനെറ്റിലെ തന്നെ ശ്രീ PG സുരേഷ് കുമാറിനെതിരെയുള്ള ഒരു പ്രസ്താവന. ഈ കോൺഗ്രസിൽ നിന്ന് കുറേയധികം ആൾക്കാർ, അല്ലെങ്കിൽ BJP-യിൽ നിന്ന് കുറച്ചധികം ആൾക്കാർ കോൺഗ്രസിലേക്ക് പോകുന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമൊക്കെ കൊണ്ട് അവിടെ കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ, അതല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സമയത്ത് ഷാജൻ സ്കറിയ എന്നറിയപ്പെടുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ വ്യാജൻ കറിയ എന്ന രീതിയിലത്തേക്ക് പരാമർശിക്കുന്ന പ്രസ്താവന. ഞാൻ പറയുന്നത്, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങൾ ഇതൊക്കെ ചെയ്യുകയും എന്നിട്ട് മാധ്യമങ്ങൾ അവരുടെ സോഴ്സ് വഴി വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളുമായിട്ട് പോകുന്നു എന്നുള്ളത് ഒരു തെറ്റ്. രണ്ടാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അണികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ശ്രീ സന്ദീപ് വാര്യർക്കെതിരെ BJP-കാർ അല്ലെങ്കിൽ അവരുടെ കുറേയധികം ആൾക്കാർ നടത്തിയിരുന്ന ഒരു പ്രകടനത്തിൽ, ആ പ്രകടനത്തിൽ അവർ മുന്നിൽ പിടിച്ചിരിക്കുന്ന ഒരു ബാനർ എന്തിനെക്കുറിച്ചാണ്? ശ്രീ KT ജയകൃഷ്ണന്റെ ബലിദാന ദിനമാണ്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു ജാഥ നടത്തുന്നത്. ആ ജാഥയിൽ അവർ പറയുന്നത് എന്താണ്? പാർട്ടി വിട്ടുപോയിരിക്കുന്ന സന്ദീപ് വാര്യരെ പട്ടാപ്പകൽ ഞങ്ങൾ കണ്ടോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കണ്ടോളാം എന്ന് പറയുന്നതിന് വി വിൽ മീറ്റ് ഇൻ പേഴ്സൺ എന്ന രീതിയിലത്തേക്കുള്ള അർത്ഥമാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞതിനൊരു ടോണുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അതിനെ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ അതിനെ വായിക്കുന്ന രീതിയല്ല, അതൊരാൾ പറയുന്ന സമയത്ത് ഇതിനൊരു ടോണുണ്ട്. നിന്നെ പിന്നെ കണ്ടോളാം, നിന്നെ പട്ടാപ്പകൽ ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ മീറ്റ് ഇൻ പേഴ്സൺ ഇൻ ബ്രോഡ് ഡേ ലൈറ്റ് എന്നുള്ള മീനിങ് അല്ല. നമുക്ക് വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കാം, പക്ഷേ അതിൻ്റെ ടോൺ അതല്ല. ഞാൻ പറയുന്നത്, ശ്രീ KT ജയകൃഷ്ണനെ അങ്ങനെ ചില ആൾക്കാർ പട്ടാപ്പകൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ബലിദാനിയായത്. അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കുറേ പിഞ്ച് സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഇല്ലാതെയാക്കിയിരിക്കുന്ന കുറേ നരാധമന്മാരുണ്ട്. ഞാൻ പറയുന്നത്, ആ ഒരു ദിനം അനുസ്മരിക്കുന്ന ദിവസം നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യമാണോ ഈ രീതിയിലത്തേക്ക് ഞാൻ മറ്റൊരാളിനെ, പാർട്ടി വിട്ടു പോയിരിക്കുന്ന ഒരാളിനെ, ആശയപരമായിട്ടോ മറ്റുള്ള നേതാക്കന്മാരുമായിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പാർട്ടി വിട്ടു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അങ്ങനെയുള്ള ആളിനെ ഞങ്ങൾ എന്തിനാ കാണുക എന്നൊക്കെ പറയുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്? നിങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കുമ്പോൾ ഈ ടോണിനെ മാറ്റി നിർത്തിയതിന് ശേഷം ഇതിനെ വ്യാഖ്യാനിക്കാം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തേണ്ടുന്ന സന്ദർഭമെങ്കിലുമാണോ ഇത് എന്നുള്ളത് ചിന്തിച്ച് നോക്കണം. ഇതിനെ തള്ളി പറയാനായിട്ട് പാർട്ടിയുടെ അധ്യക്ഷൻ തയ്യാറായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ വീഡിയോകൾ പ്രചരിച്ചില്ലേ? ഇത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ കിട്ടിയിട്ടില്ലേ? ഈ പ്രസ്താവനയെ തള്ളി പറയുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രമിച്ചോ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ കേവലം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അപകീർത്തികരമല്ലാത്ത കാര്യങ്ങൾ, പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള പടലപ്പിണക്കളങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, പാർട്ടിയിലെ ഈ നമ്മൾ ഈ പറയുന്ന പവർ സെന്ററുകളിലുള്ള ഇക്വേഷനിലുള്ള വ്യത്യാസം, ഈ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഇതിൽ തന്നെയുള്ള പല ആൾക്കാരും ലീക്ക് ചെയ്ത് കൊടുക്കുന്ന വാർത്തകൾ ഉണ്ടാകും. ചില ആൾക്കാർ ഇവരോടുള്ള അടുപ്പം കാരണം കിട്ടിയിരിക്കുന്ന വാർത്തകൾ ഉണ്ടാകും. ചില വാർത്തകൾ തെറ്റായിരിക്കാം, പക്ഷേ വാർത്ത എന്ന് പറയുന്നത് അനുദിനം നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ലൈവ് റിപ്പോർട്ടിംഗ് ആണ്. ആ ലൈവ് റിപ്പോർട്ടിംഗ് ആകുമ്പോൾ ചില കാര്യങ്ങൾ തെറ്റാകാം, ചില കാര്യങ്ങൾ ശരിയാകാം. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ ഇതെല്ലാം തന്നെ 360 ഡിഗ്രി നോക്കിയതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിന് പകരം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത ഇന്ന കാരണങ്ങൾ കൊണ്ട് വ്യാജമാണ് എന്ന് പറഞ്ഞു പറയാതെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ഇതിനെ തള്ളിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വാർത്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു ചെറിയ ഉദാഹരണം പറയാം. പാലക്കാട് പരാജയം ഉണ്ടായിരുന്ന സമയത്ത് ശ്രീ K സുരേന്ദ്രൻ തന്നെ മാധ്യമ സമ്മേളനം നടത്തിയതിനു ശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ മുഴുവനും കോൺഗ്രസ്സുകാരാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാക്കുന്ന എല്ലാ ആൾക്കാരും കോൺഗ്രസ്സുകാരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, BJP-യുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ N ശിവരാജൻ കോൺഗ്രസ് ആണോ? അദ്ദേഹം പരസ്യമായിട്ട് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷ പ്രമീള ശശിധരൻ ഇത് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ആരുടെയും വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന CV സജനി സമാനമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ അധ്യക്ഷൻ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും വോട്ട് ലീക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ശ്രീ സന്ദീപ് വാചസ്പതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ്? V മുരളീധരൻ ചോദിച്ചിരിക്കുന്നത് പരാജയത്തിന്റെ കാരണം നിങ്ങൾ അധ്യക്ഷനോട് ചോദിക്കൂ എന്നാണ്. പാർട്ടിയുടെ വക്താവായിട്ടുള്ള ശ്രീ B ഗോപാലകൃഷ്ണൻ ഒരു ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ അഭിപ്രായമാണ്. അതൊക്കെ നിങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്?
പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ ഇതിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സുകാർ പറയുന്നു എന്ന് ആരോപിക്കുന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇതൊക്കെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, അവരത് ഇന്റേണലി പറയേണ്ടതാണ്, നമുക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ ചിന്തിക്കുമോ? ഞാൻ വിനയപൂർവ്വം പറയുന്നത് അദ്ദേഹം പാർട്ടി അധ്യക്ഷന്റെ മാധ്യമപ്രവർത്തകർ അവരുടെ ഭീഷണിയെല്ലാം നടത്തുന്നത് ആരോടൊക്കെയാണ് എന്നുള്ളതാണ്. അത് ശരിക്കും മാധ്യമങ്ങളോടാണോ, ഈ പറഞ്ഞ പേരുകളുണ്ടല്ലോ, ശിവരാജനോടാണോ, പ്രമീള ശശിധരനോടാണോ, ശോഭാ സുരേന്ദ്രനോടാണോ, ആരോടൊക്കെയാണ് ശരിക്കും ഈ ഭീഷണി ഉന്നയിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഞാൻ അതിൽ കൂടെ വരാം. ശ്രീജിത്ത്, ആനന്ദ് കൊച്ചുകൂടി, ഇനി വാർത്താ സമ്മേളനം വിളിച്ച് ഇത് വ്യക്തമാക്കലോ അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അത് വിശദമാക്കലോ ഒന്നുമല്ല, പത്രം ഓഫീസുകളിൽ കയറി ശരിയാക്കി കളയും എന്നാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതെങ്കിൽ അത് സ്വാഭാവികമാണ്, അത് മൗലിക അവകാശമാണ് എന്നാണോ കരുതേണ്ടത്? അല്ല, ഈ ശ്രീ കെ സുരേന്ദ്രന് അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ആ പദവിയുടെ മഹിമ മനസ്സിലാക്കാതെ പലപ്പോഴും പല പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. പണ്ട് അദ്ദേഹം ഒരു ചാനലിൽ ഒരു വക്താവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ യുവമോർച്ചയുടെയൊക്കെ അധ്യക്ഷനായിരുന്ന കാലത്തൊക്കെ സ്ഥിരം അദ്ദേഹം ചാനലുകളിൽ കയറി പല രാഷ്ട്രീയ പ്രസ്താവനകൾ, ഇപ്പോൾ പണ്ട് സോളാർ കേസിൻ്റെ കാലത്തൊക്കെ അദ്ദേഹം സ്ഥിരം ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളിലൊക്കെ വന്നിരുന്ന് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സ്പേസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ആ ചാനലുകളിൽ കൂടി വളർന്ന ഒരാളാണ് ഈ കെ സുരേന്ദ്രൻ. പിന്നീട് ഒരു കാലത്ത് അദ്ദേഹം ഇതേ ചാനലുമായിട്ടും ഇതേ ആങ്കറുമായിട്ടും ഒക്കെ വലിയ സ്പർദ്ധ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വശത്ത് നിന്ന് അദ്ദേഹവും ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു വശത്ത് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു BJP അധ്യക്ഷൻ എന്ന നിലയ്ക്ക്, അതും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഭരണത്തിലുള്ള ഒരു പാർട്ടിയുടെ കേരളത്തിൽ ഈ പാർട്ടി എത്ര ചെറിയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ വളരുന്ന ഒരു പാർട്ടി തന്നെയാണ്. ദേശീയ തലത്തിൽ 3 ടേമായിട്ട് ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത അദ്ദേഹം കളഞ്ഞു കുളിച്ച പല സന്ദർഭങ്ങളുണ്ട്. അതിൽ പത്രക്കാരെ കുറ്റം പറയാതെ അദ്ദേഹം സ്വയം കണ്ണാടിയിൽ നോക്കുന്നതിന് പകരം ഇതുപോലെ ഓരോ തവണയും പല തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, അത് ഇടയ്ക്ക് ചില ആൾക്കാരെ, വ്യക്തികളെ ചൂണ്ടിക്കാട്ടിയാണ്, ഇടയ്ക്ക് മാധ്യമങ്ങളെ ഒന്നടങ്കമാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ കുറ്റങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പോരായ്മകൾ, അതിനെക്കുറിച്ച് ബോധവാനാകുന്നില്ല, അല്ലെങ്കിൽ അതിനെ അദ്ദേഹം അത് കണക്കിലെടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ശബരിമല ആണല്ലോ അദ്ദേഹത്തിന് വീണ്ടും രണ്ടാമത് കേരളത്തിൽ BJPയുടെ ഒരു പ്രസിഡന്റ് എന്ന നിലയിലേക്ക് വരാനുള്ള അദ്ദേഹത്തിന് ഏറ്റവും ഊർജം പകർന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ശബരിമല കാലത്ത് അദ്ദേഹം നടത്തിയ പ്രക്ഷോഭവും അവിടെ ഈ ജയിലിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അന്ന് PS ശ്രീധരൻപിള്ള പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള BJPക്കാരും ജനം TV എല്ലാം കൂടി വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, പലരും ഈ ശരിക്കുള്ള വിശ്വാസികളുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന വിശ്വാസികൾ വേറെ, ശരിക്കുള്ള വിശ്വാസികൾ വേറെ. ഇപ്പോൾ ശരിക്കുള്ള വിശ്വാസികൾ അന്ന് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്ന ഒരു കാഴ്ച പല ചാനലുകളുടെ ക്യാമറകളിലും പതിഞ്ഞു. അത് വിഷ്വൽ ഷെയർ ചെയ്തു, അത് ജനങ്ങൾ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്തൊരു കാര്യമാണ്. അതിന് ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ ചാനലുകളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടറെ കുറ്റം പറയുകയോ ക്യാമറാമാനെ കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല പരാജയങ്ങൾ, ഇപ്പോൾ ഈ ചാനലുകൾ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഈ ഒന്നാമത്തെ കാര്യം, അത് ഈ CK ജാനുവിന് പണം കൊണ്ട് കൊടുക്കുന്ന കാര്യം, പിന്നെ K സുന്ദര എന്ന് പറയുന്ന മഞ്ചേശ്വരത്ത് അദ്ദേഹത്തിനെതിരെ നിൽക്കാൻ തുനിഞ്ഞ, അല്ലെങ്കിൽ മുൻപ് മത്സരിച്ചിട്ടുള്ള ആ BSP സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷം രൂപ കൊടുക്കുകയും ഫോൺ കൊടുക്കുകയും ആ കേസ്, അതുപോലെയുള്ള വിവാദങ്ങളിൽ പെടുക. പിന്നെ അതിനെല്ലാം ഉപരി വലിയ, ഇന്നും തിരൂർ സതീഷ് ഇതിനെക്കുറിച്ച് വലിയ ഒരു ദീർഘമായ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഈ കൊടകര കുഴൽപ്പണ കേസിലെ അദ്ദേഹത്തിന് നേരെയുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് ഇത് BJPയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ എതിരെ BJP പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം വരുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ
ചിലർ പറയാറുണ്ടല്ലോ, ഞാനിപ്പോൾ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവായതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് നേരെ ഇതെല്ലാം വരും, അല്ലെങ്കിൽ ഇതൊന്നും വരില്ല. അങ്ങനെയല്ല, ഇതെല്ലാം അദ്ദേഹത്തിന് നേരെ വരുന്ന ആക്ഷേപങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് അതുപോലെയുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം സ്വയം അത് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തെ നേതാവായി പാടിപ്പോഴ്ത്തുന്ന അദ്ദേഹത്തിൻ്റെ അണികളൊന്നും അദ്ദേഹത്തോട് അത് പറഞ്ഞ് ബോധിപ്പിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. പക്ഷെ അതിനുപരി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ കുതിര കയറിയാൽ അതിപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡിങ്ങിനെ കൂടി ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഇനിയും 2 വർഷം അദ്ദേഹത്തിന് ടേം കിട്ടാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. ആ സാധ്യതയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഒഫീഷ്യലി അദ്ദേഹത്തിന് ഒരു 2ാം ടേം BJP അധ്യക്ഷനായിട്ട് കിട്ടിയിട്ടില്ല. 3 വർഷത്തെ ആദ്യത്തെ ടേം കഴിഞ്ഞിട്ട് ഈ BJPയുടെ ദേശീയ അധ്യക്ഷൻ്റെ പോലെ തന്നെ എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ 1 വർഷം കൂടി അദ്ദേഹത്തെ തന്നെ BJP അധ്യക്ഷനായിട്ട് നിലനിർത്തും എന്ന് BJPയിൽ ഒരു അൺഒഫീഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് കേട്ടിരുന്നു. ഇനിയിപ്പോൾ പാലക്കാട് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അതിനെന്തെങ്കിലും മാറ്റം വരുമോ? ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ശോഭാ സുരേന്ദ്രനും MT രമേശും പോലെയുള്ള ആൾക്കാരൊക്കെ, V മുരളീധരൻ അടക്കമുള്ള ആൾക്കാരൊക്കെ BJP അധ്യക്ഷ പദവിയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം സ്വയം ഇങ്ങനെ ഈ മാധ്യമങ്ങൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ട് വിവാദത്തിൽ വീണ്ടും പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസരം വീണ്ടും നഷ്ടപ്പെടുത്തുന്നു എന്നൊരു കാര്യത്തിലേക്കാണ് ഇത് എത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ട്, അവരോട് കൂടിയാണോ ഇത് പറയുന്നത് എന്നുള്ളതാണ് സംശയം. അതായത് മാധ്യമങ്ങളോട് എന്ന് പറയുമ്പോൾ തനിക്കെതിരെ പരാതി, അതായത് അധ്യക്ഷനോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന പാർട്ടിയിലെ മറ്റുള്ളവരുണ്ടല്ലോ, ആ പേരുകളെല്ലാവരും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പറയുന്ന മറ്റുള്ളവരെല്ലാവരും, അവരോടൊക്കെ കൂടിയാണോ ഉദ്ദേശിക്കുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കണം, കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവരോടുകൂടി ആയിരിക്കുമോ? അത് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കലായിട്ട് അങ്ങനെ വല്ല കാര്യവുമാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഈ എറണാകുളത്ത് BJPയുടെ മീറ്റിംഗ് നടന്ന ദിവസം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം, അരമണിക്കൂർ പത്രസമ്മേളനം ഞാൻ ശ്രദ്ധാപൂർവ്വം കണ്ടു. അരമണിക്കൂർ അദ്ദേഹം പരിഹാസത്തോടെയാണ് മാധ്യമങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തത്. അന്ന് അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടി അതിൻ്റെ ടോൺ മാറുന്നു. അദ്ദേഹം കുറച്ചുകൂടി ദേഷ്യത്തോടെ പറയുന്നു, ഈ വാർത്തകളെല്ലാം പച്ചക്കള്ളമാണ്, ഇതെല്ലാം വ്യാജ വാർത്തകളാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം ഈ വ്യാജ വാർത്തയാണ് എന്ന് കൂട്ടിക്കോ. ഇതിപ്പോൾ വാർത്തകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈവ് വാർത്തകൾ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ലൈവ് ഇവിടെ കേരളത്തിൽ 12 ഒരു ഡസനിൽ കൂടുതൽ ചാനലുകളുണ്ട്. പലപ്പോഴും ഈ പത്രങ്ങളെ പോലെ ഫാക്ട് ചെക്കിംഗ് ഒന്നും നടത്താൻ ചാനലുകളുടെ കിടമത്സരത്തിനിടയ്ക്ക് പറ്റാറില്ല. പല ചാനലുകളും വ്യാജ വാർത്തകൾ കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ ഒരു യുവതി ഒരു സ്ത്രീയെ 3 തവണ 3 ഉദ്യോഗസ്ഥർ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് PV അൻവറിൻ്റെ ഒരു കൂടെ ഒരു സ്ത്രീ ഒരു ചാനലിൻ്റെ പണം വാങ്ങി ആരോപണം ഉന്നയിച്ച കാര്യം ഈ കഴിഞ്ഞ 1 മാസത്തിൽ നടന്ന ഒരു കാര്യമാണ്. 1-2 മാസത്തിനുള്ളിൽ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. അത് റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ഇത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. ചാനലുകൾ പലപ്പോഴും കിടമത്സരത്തിൻ്റെ പേരിൽ അവർക്ക് തെറ്റായ വാർത്തകൾ അവർ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ചിലതിനൊക്കെ അവർ അത് മാപ്പ് പറയാറോ അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് പറയാറോ ഉണ്ട്. പക്ഷെ കൂടുതലും അങ്ങനെയുള്ള വാർത്തകൾ വന്നാൽ ആരും അത് പത്രങ്ങളെപ്പോലെ ഖേദ പ്രകടനങ്ങളൊന്നും നടത്താറും ഇല്ല. പക്ഷേ ഇത് BJPക്കെതിരെയോ സുരേന്ദ്രനെതിരെയോ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ എല്ലാ പാർട്ടികൾക്കെതിരെയും, പിണറായി വിജയനെതിരെയും കോൺഗ്രസിനെതിരെയും CPMനെതിരെയും മറ്റു പാർട്ടികൾക്കെതിരെയും, ഇപ്പോൾ ഇന്നലെ കേരള കോൺഗ്രസിനെതിരെ ഒരു വാർത്ത മനോരമയിൽ വന്നതിനെക്കുറിച്ച് ജോസ് കെ മാണി ഇപ്പോൾ UDFലേക്ക് പോകും എന്ന് പറഞ്ഞൊരു വാർത്ത മനോരമയിൽ വന്നു. അത് തെറ്റാണെന്നൊക്കെ ജോസ് കെ മാണിയും മറ്റു പലരും, ഇന്നിപ്പോൾ VD സതീശൻ ഉൾപ്പെടെ പറയുന്നു. പക്ഷേ ആരും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ മനോരമയിൽ പോയി അത് ഞങ്ങൾ അവരെ ഇപ്പോൾ ശരിപ്പെടുത്തും എന്ന ജോസ് കെ മാണിയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വാർത്തകൾ പല അന്തരീക്ഷത്തിൽ നിന്ന്, പല സോഴ്സുകളിൽ നിന്ന്, ഇതെല്ലാം ഇൻസൈഡർ ലീക്കിംഗ് ഈ 2 വിഷയത്തിനകത്ത് മറുപടി പറയാൻ ശ്രീ ഷാബു പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
ഷാബു പ്രസാദ് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്തിനെ അടക്കം വിമർശിച്ച വിഷയങ്ങളിൽ ശ്രീജിത്തിനെ നേരെ അടക്കം ഉന്നയിച്ച ആ പദങ്ങളടക്കം അപ്പോഴും താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ ഇന്ന് സന്ദീപ് വാര്യർക്കെതിരെ ഇന്നലെ ഉണ്ടായിട്ടുള്ള യുവമോർച്ചയുടെ കൊലവിളി മാർച്ച് പട്ടാപ്പകൽ കണ്ടോളാം എന്ന് പറയുമ്പോൾ പിന്നെ രാത്രിയിലല്ലോ, പകലാണല്ലോ സാധാരണ ആൾക്കാർ കാണുന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതിയാവുമല്ലോ അല്ലേ? അപർണ, ഒരു പ്രകടനം വളരെ വൈകാരികമായ സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു പ്രകടനം, അങ്ങനെയുള്ള പ്രകടനങ്ങളിൽ ഈ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ നമുക്കിത് ആദ്യമായിട്ടൊന്നുമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് പറയുക, കയ്യും വെട്ടും കാലും വെട്ടും ഇല്ലേ പിന്നെ തലയും വെട്ടും, ഇങ്ങനെയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഈ സന്ദീപ് വാര്യർ BJP വിട്ടുപോയപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പിന്നെ ബലിദാന ദിവസത്തിന്റെ പ്രകടനമാണ്. അതാണ്, അതുകൂടെ പറയണം. അപർണ, മറ്റു 2 പാനലിസ്റ്റുകളോട് കൂടെ കാണിച്ച മര്യാദ നിങ്ങൾ എന്നോട് കാണിക്കുന്നില്ല. ഇത് തന്നെയാണ് മര്യാദകേട് എന്ന് പറയുന്നത്. ഇതാണ് വിവേചനം എന്ന് പറയുന്നത്. ഇത് മര്യാദ, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ നിങ്ങൾ കയറി ഇടപെടുക. ആ മര്യാദകേട് താങ്കൾ പറഞ്ഞു വരുന്നതിനെയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ മര്യാദകേട് കാണിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭീഷണിയായി വേണമെങ്കിൽ നിങ്ങൾ ഇനിയും അതിനെയും നിങ്ങൾ വ്യാഖ്യാനിച്ചു എന്ന് വരും. നിങ്ങൾ ഈ കാണിക്കുന്നത് മര്യാദകേട്. ഇനി ശരിയാണ്, ജയകൃഷ്ണൻ മാഷിന്റെ അനുസ്മരണ റാലിയിലാണ് ഈ ഒരു മുദ്രാവാക്യം ഉയർന്നത്. കാര്യം BJP വിട്ടുപോയ സന്ദീപ് BJPയോ BJPയുടെ ബലിദാനികളുമായോ ഒരു ബന്ധവുമില്ലാത്ത സന്ദീപ് ആ ബലിദാനികളുടെ പേരുപയോഗിച്ചുകൊണ്ട്, ആ ബലിദാനികളിൽ ഈ ജയകൃഷ്ണൻ മാഷും വരും, ആ ബലിദാനികളുടെ പേരുപയോഗിച്ചുകൊണ്ട് ഈ BJPയെ അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ അതിനുള്ള ഒരു പ്രതികരണമായി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നെ ഈ മുദ്രാവാക്യം വിളിച്ചവരെല്ലാം തന്നെ ഒരു സമയത്ത് വേണ്ട 2-3 ആഴ്ച മുമ്പ് വരെ ഈ സന്ദീപിനെ സ്നേഹിച്ചിരുന്നവരാണ്, സന്ദീപിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളിലും പിന്നെ അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലുമൊക്കെ ധാരാളം പിന്തുണ കൊടുത്തിരുന്നവരാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തൊക്കെ പ്രശ്നമുണ്ടായാലും സന്ദീപ് BJP വിട്ടുപോകും, സംഘടനയെ വിട്ടുപോയി നേരെ ഘടകവിരുദ്ധമായ ഈ രീതിയിലുള്ളൊരു രീതിയിലേക്ക് പോകും എന്ന് ഈ മുദ്രാവാക്യം വിളിച്ച സാധാരണക്കാരാണ് അവരാരും പ്രതീക്ഷിച്ചിരുന്നതല്ല. കാര്യം അവരുടെ ആ സാധാരണ പ്രവർത്തകരുടെയൊക്കെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് അവരൊന്നും പ്രതീക്ഷിച്ചല്ല. ഏത് നിമിഷവും വേണം കൊല്ലപ്പെടാം എന്നുള്ള അവസ്ഥയിൽ നടക്കുന്നവരാണ് അവരൊരു കസേര കിട്ടിയില്ല, അല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രസ്ഥാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ആദർശത്തിൽ നിന്നോ പിണങ്ങിപ്പോകുന്നവരല്ല. എല്ലാ ആ ടഫ് സിറ്റുവേഷനിൽ പൊരുതി നിൽക്കുന്നവരാണവർ. അങ്ങനെയുള്ളവരായിരുന്നു ഈ സന്ദീപിനെ സ്നേഹിച്ചിരുന്നത്, ഈ സന്ദീപിനെ ഇഷ്ടപ്പെട്ടിരുന്നവർ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനി എന്ത് പ്രശ്നമുണ്ടായാലും പറഞ്ഞു തീർക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ സന്ദീപ് നിൽക്കണമായിരുന്നു എന്നാഗ്രഹിച്ചിരുന്ന അവർ നേരെ വിപരീതമായി ഒരൊറ്റ രാത്രി കൊണ്ട് മലക്കം മറിഞ്ഞ് അതുവരെ പ്രവർത്തിച്ചിരുന്ന ആ പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളെയും മുഴുവനും പച്ചയ്ക്ക് അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടായ ഒരു വൈകാരികമായ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ്, അതാണ് സംഭവിച്ചത്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ അത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. പറഞ്ഞോളൂ കേട്ടോ, എനിക്ക് ശ്രീ ഷാബു പ്രസാദ്, ഒറ്റുകാര എടുത്തോളാം പറയുന്ന കൊലവിളി അത് സാധാരണക്കാരുടെ വൈകാരിക പ്രകടനം, കൈകാര്യം ചെയ്യും, തെറ്റായ വാർത്ത നിയമ നടപടിക്കൊന്നും പോലും ഞങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നത് അതും സാധാരണ സ്വാഭാവിക പ്രകടനം. ഇത്രയും സാധാരണത്വം മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത സാധാരണത്വം എന്തുകൊണ്ടാണ് BJPക്ക് മാത്രം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശ്രീ ഷാബു പ്രസാദ്. അത് കറക്റ്റാണ്, അപർണ പറഞ്ഞത് കറക്റ്റാണ്. മറ്റു പാർട്ടികളുടെ സാധാരണ നോർമൽ എന്ന് പറയുന്ന സാധാരണ പ്രകടനം എന്ന് പറഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന് പറയുന്നതും, അതുപോലെ നിങ്ങളെയൊക്കെ അപർണയടക്കമുള്ളവരെ എന്താണ് ഇറച്ചിക്കടയുടെ മുമ്പിൽ വായി നോക്കി നിൽക്കുന്ന പട്ടികളെന്ന് പറയുന്നതും, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ഇറക്കി വിടുമെന്ന് പറയുന്നതും, ഈ രീതിയിലൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാധാരണ പ്രകടനങ്ങൾ. വ്യത്യാസം എന്താണെന്നല്ല, പട്ടിന്ന് വിളിക്കുന്നതും ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് കയറി വന്ന്
നിങ്ങളോട് ചോദിക്കും എന്ന് പറയുന്നതും തമ്മിൽ കൈകാര്യം ചെയ്യുന്ന പറയുന്നത് വ്യത്യാസമുണ്ടെന്ന് കണ്ടിട്ട് ആ വ്യത്യാസം മറ്റൊരു ഉപമയാണ് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു ഉപമയാണ് ആ വേണമെങ്കിൽ അവർ വ്യത്യാസം പറയുന്നത് ആ പറയാം. വ്യത്യാസം അതൊരു ഉപമയായിട്ടാണ് പറഞ്ഞതെന്ന് പറയാം. ആ വ്യത്യാസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അന്ധത മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള യാതൊരു പ്രത്യാശയും എനിക്കില്ല. അങ്ങനെയുള്ള ഒരു എന്താണ് ഒരു ആത്മവിശ്വാസവും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അതെ 30 വെള്ളിക്കാശും 30 വെള്ളിക്കാശും വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത തന്തയില്ല മൂരാച്ചി. ഇതാണ് സന്ദീപ് വാര്യർ വിളിക്കുന്നത്. എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൊല വിളിക്ക് സമാനം. അത് വളരെ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പ്രകടനങ്ങളിലെ വൈകാരികമായ മുദ്രാവാക്യങ്ങളൊക്കെ ഈ കേരളം ധാരാളം കേട്ടിട്ടുള്ളതാണ്, ധാരാളം കണ്ടിട്ടുള്ളതാണ്. പട്ടിപ്പാല് കുടിച്ചവനെ തന്തയില്ല കഴിവേറി എന്ന് ഇയാളെ KV ഗണേഷ് കുമാറിനെ പബ്ലിക്കായിട്ട് കൊട്ടാരക്കര വെച്ച് വിളിക്കുന്നത് ഞാൻ കേട്ടതാണ്. അയാൾ ഇന്ന് അതേ പാർട്ടിയുടെ മന്ത്രി. വൈകാരിക പ്രകടനം നടത്തുന്നത് അണികളാണ്, അണികൾ നടത്തുന്നത്. അങ്ങനെയാണല്ലോ ജയകൃഷ്ണമാരൊക്കെ ഈ ബലിദാനികളായി അവരൊക്കെ തന്നെയാണ്. അവരൊക്കെ അതായത് പറഞ്ഞല്ലേ ഇതൊക്കെ ഇവിടെ പിന്നെ അവർണ ഈ ഇങ്ങനെ കാരണം നോക്കി ക്യാമറയും മൈക്രോഫോണും അല്ലെങ്കിൽ സൂക്ഷ്മദർശിനിയുമായിട്ട് ഇങ്ങനെ പുറകെ നടന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ പുറകെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും, നമുക്ക് എല്ലാവർക്കും കിട്ടും. നിങ്ങൾക്ക് നല്ല ഒരു ടാർഗറ്റാണ് സുരേന്ദ്രനും ഇപ്പോൾ BJPയും. അതിന് മാത്രം അധ്യക്ഷൻ പറയട്ടെ, ഇത് മര്യാദകളാണ് കേട്ടോ. അപർണ മനുഷ്യനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു. ശ്രീ ഷാബു പ്രസാദ്, എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയും. പക്ഷെ ഈ കാണിക്കുന്നത് മര്യാദകേടാണ്. ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ ഞങ്ങൾ 3 പേരുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ തുല്യനീതി കാണിക്കാത്തത്? ഈ കാണിക്കുന്ന നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു, വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യും. താങ്കൾക്ക് ഉത്തരവില്ലാത്തതുകൊണ്ടാണോ? ഉത്തരവില്ലാത്തതുകൊണ്ടൊന്നും അല്ല. നിങ്ങൾ എന്തിനാ പറഞ്ഞില്ല? ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരം പറയാൻ സമ്മതിക്കാതെ ഈ കിടന്ന് ബഹളം വെച്ചിട്ട് പിന്നെ താങ്കൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ടാന്ന് പറയുന്നത് ഇതിന്റെ പേരാണ് മര്യാദ. താങ്കൾ പറഞ്ഞ ഉത്തരം പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്. അല്ല, അത് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലെന്ന്. രീതിയിൽ ഉത്തരം പറയുക എന്റെ ജോലിയല്ല. എനിക്ക് എന്റെ ബോധ്യത്തിനനുസരിച്ച് എനിക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തത് എന്റെ പ്രശ്നവുമല്ല. ഇനി ഞാൻ പറയുന്നത്, അതായത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമറയും സൂക്ഷ്മദർശിനിയുമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത്, ഒരു പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്ത് പുറകെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് പൊട്ടും പൊടിയും ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടം പോലെ കിട്ടും. ഞാൻ പറയുന്നില്ല സുരേന്ദ്രൻ എന്ന് പറയുന്നത് 100% പെർഫെക്റ്റായ മര്യാദാ പുരുഷോത്തമനൊന്നുമല്ല. അയാൾ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, സാധാരണ മനുഷ്യനാണ്. അയാളുടേതായ രീതിയിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം അയാൾ ഓരോ ഇഷ്യൂവിനെ ബേസ് ഉണ്ടാകും. ഇപ്പൊ സുരേന്ദ്രന്റെ സ്ഥാനത്ത് ഒരു പക്ഷേ ശ്രീധരൻപിള്ള സാറായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത്. കുമ്മനം രാജശേഖരനാണെങ്കിൽ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കനുസരിച്ച് ആ പ്രതികരണത്തിന്റെ സ്വഭാവത്തിനും മൂർച്ചയ്ക്കും വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഇവിടെ രണ്ടുപേരും പറഞ്ഞിട്ട്, അതർ 2 പാനലിസ്റ്റുകളും പറഞ്ഞത് സുരേന്ദ്രൻ ചാനൽ ചർച്ചകളിലൂടെ മാത്രം വളർന്നു വന്ന ആളാണ്. ശ്രീജിത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രസമ്മേളനങ്ങൾ മാത്രമാണ്. എന്തായാലും എനിക്ക് സുരേന്ദ്രനെ കഴിഞ്ഞ ഒരു മോർ ദാൻ 30 ഇയേഴ്സ് എനിക്ക് സുരേന്ദ്രനെ നന്നായിട്ട് അറിയാം. ABVP കാലഘട്ടം മുതൽ എനിക്ക് സുരേന്ദ്രനെ നന്നായിട്ട് അറിയാം. ചാനലുകളും പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് സ്ട്രഗിൾ ചെയ്ത് തന്നെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. സ്ട്രഗിൾ എല്ലാ അർത്ഥത്തിലും ഏറ്റവും അടിത്തട്ട് മുതൽ പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും നടന്ന കാലം മുതൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്തു വന്ന ഒരു വ്യക്തിയാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ചാനലും മാധ്യമങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്തല്ലേ വന്നത്. ഞാൻ പറയുന്നില്ല സുരേന്ദ്രൻ പെർഫെക്റ്റ് ആണ്, പൂർണ്ണനാണ് എന്ന് പറയുന്നില്ല. ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെതായ കുറ്റങ്ങളും കുറവുകളും ഡ്രോബാക്കും എല്ലാം ഉണ്ട്. അതെ, പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കണക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു ഇതൊന്നും ശരിയാണെന്നോ തെറ്റാണ് ഞാൻ അതിനെ പറയുന്നില്ല. ഇപ്പൊ സുരേന്ദ്രന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല പറയുക, ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് തന്നെ എടുത്തു, ഇമോഷണലായിട്ട് തന്നെ പ്രതികരിച്ചു. ഇപ്പൊ ശ്രീജിത്ത് ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണോന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല, ശരിയായിരുന്നു എന്നും ഞാനതിനെ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ശ്രീജിത്തും അദ്ദേഹം അതിനെ കുറച്ച് ഇമോഷണലായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. ഞാൻ അതേ മനസ്സിൽ അദ്ദേഹം നിഷേധിക്കുമായിരിക്കും,
പക്ഷെ അതിനെ ഇമോഷണലായിട്ട് എടുത്ത് ഇമോഷണലായിട്ട് തന്നെയാണ് അദ്ദേഹം അതിനോടും പ്രതികരിക്കുന്നത്. അത് വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹത്തിനെ കൊണ്ടിട്ടുണ്ട്, അതിനെ അദ്ദേഹത്തെ ഹർട്ട് ചെയ്തിട്ടുണ്ട്, അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് തന്നെ എടുക്കുന്നു. അല്ല, ശ്രീജിത്തിന് അങ്ങനെ എടുക്കാമല്ലോ. ശ്രീജിത്ത് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനല്ല. ശ്രീജിത്ത് പറയുന്നത് കേട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ നാട്ടിലെ ഒരു പൗരനാണ്, ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യന്റേതായ വൈകാരികമായ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് വേണം ഒരാൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാകാൻ എന്നൊക്കെ ഇങ്ങനെ അങ്ങ് തിട്ടൂരിറക്കിയാൽ എങ്ങനെയാണ് ശരിയാവുക? തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യത്തിന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇനിയും ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെയോ മാധ്യമങ്ങൾക്ക് അവരുടെ സോഴ്സിൽ കൂടെ കിട്ടുന്ന വാർത്തകളെ അവർ പ്രചരിപ്പിക്കുന്നതിനെയോ പ്രസിദ്ധീകരിക്കുന്നതിനെയോ ചർച്ച ചെയ്യുന്നതിനോ ഒന്നും ഈ നാട്ടിൽ ഒരു തടസ്സവുമില്ല. അതുപോലെ തന്നെ അത് വ്യാജമാണ് അല്ലെങ്കിൽ അത് ശരിയല്ലാത്ത വാർത്തയാണ് എന്ന് തോന്നിയാൽ അതിന് പ്രതികരിക്കാനും അതേ അവകാശം ഈ നാട്ടിലെ പൗരന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. വാർത്താ സമ്മേളനങ്ങളിൽ വ്യക്തമാക്കാതെ അദ്ദേഹം ഈ 12ഓളം ചാനലും അതിനിരട്ടി വരുന്ന പത്രോഫീസുകളും പറഞ്ഞു കഴിയട്ടെ. അപ്പോ ഇനി അത് വാർത്താ സമ്മേളനങ്ങളിൽ കൂടെ പ്രതികരിക്കണോ, ഇനി ഓഫീസിൽ വന്ന് നിങ്ങളുടെ ഓഫീസിൽ ആർക്കും കയറാൻ, ഞങ്ങളുടെ ഓഫീസിലോട്ട് കയറാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ ഓഫീസിലോട്ട് ഞങ്ങൾ പുറത്തുനിന്നുള്ളവരെ കയറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെയ്യട്ടെ, എനിക്ക് 1 മിനിറ്റ് കൂടെ വേണം. അപ്പോ അങ്ങനെ കയറി വന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം, ആ ചോദിക്കാനുള്ള അവകാശത്തിനെ ശാരീരികമായി കൈകാര്യം ചെയ്യുന്നു എന്ന രീതി വ്യാഖ്യാനിക്കാനുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ അതെങ്ങനെ എടുക്കണം എന്നുള്ളത് സമയം കൊണ്ടാണ്. ശ്രീജിത്ത്, യഥാ രാജ തഥാ പ്രജ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് വളരെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് ഒരാൾ പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് യുവമോർച്ച ഒരു കൊലവിളി നടത്തുന്നതിനെയും സ്വാഭാവികം എന്നേ പറയുള്ളൂ. സാധാരണക്കാരനാണ്, ഇമോഷണലായിട്ട് സംസാരിക്കും, അതിനുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്കുണ്ട്. മാധ്യമങ്ങൾ ചർച്ച നടത്തിയിട്ട് വലിയ വിഷയമൊന്നുമില്ലല്ലോ. മറുപടി അല്ല, നോക്കൂ, ഇതിൽ സുപ്രധാനമായിട്ടുള്ള 3 വിഷയങ്ങൾ ആ യുവമോർച്ചയുടെ ആ പ്രകടനത്തിലുണ്ട്. വലിയ പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഒന്നാമത്തെ പ്രശ്നം ഔചിത്യം എന്നൊന്നുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ദിവസം അനുസ്മരിക്കുന്നത്? ആ ദിവസം നിങ്ങൾ അനുസ്മരിക്കുന്നത് KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന, ഇന്നും ജീവിച്ചിരിക്കേണ്ടിയിരുന്ന, ഇന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരുന്ന, ഇന്നും വിദ്യാർത്ഥികളുടെ നല്ലൊരു അധ്യാപകനായി നിലനിൽക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയെ ആശയം പറഞ്ഞതിൻ്റെ പേരിൽ ആയുധം കൊണ്ട് നേരിട്ട് ഇല്ലാതാക്കിയതിൻ്റെ ഒരു ദിവസം നിങ്ങൾ ഇന്ന് ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആശയത്തിനെ ആശയം കൊണ്ട് നേരിടൂ, ആയുധം കൊണ്ടല്ല നേരിടേണ്ടത് എന്നുള്ള മുദ്രാവാക്യമാണ് പറയേണ്ടത്. പക്ഷെ അതിന് പകരം കേട്ട മുദ്രാവാക്യം എന്താണ്? നിന്നെ പട്ടാപ്പകൽ കണ്ടോളാം, എന്നിട്ട് അയാൾക്കെതിരെ കുറെ ചീത്ത വിളിയും. ഇത് ഔചിത്യബോധമാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അണികൾ ഇത് ചെയ്യുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? തെറ്റാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പാർട്ടി പ്രസിഡന്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് അവസാന വാക്ക് എന്ന് കരുതി പാർട്ടി ഉള്ള ആൾക്കാരും തന്നെ അദ്ദേഹത്തെ തിരുത്തരുത് എന്നൊരർത്ഥമൊന്നുമില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്നത് തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്തണം. അങ്ങനെ തിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ ഇത് ഏകാധിപത്യമായി പോകും. അങ്ങനെയല്ല ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിയും പ്രവർത്തിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വിഷയം, സന്ദീപ് വാര്യരെ ഒറ്റുകാരൻ എന്ന് വിളിച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോകാനോ ഇപ്പോഴുള്ള ഐഡിയോളജി വിട്ട് മറ്റൊരു ഐഡിയോളജി സ്വീകരിക്കുന്നതിനോ ഒരാൾക്കും അധികാരമില്ല എന്ന് BJP-ക്കാർ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വൺ വേ ട്രാഫിക് അല്ലല്ലോ, ഇത് 2 സൈഡിലേക്കുള്ള ട്രാഫിക് ആകണ്ടേ? അങ്ങനെയെങ്കിൽ എന്തർത്ഥത്തിലാണ് പത്മജ വേണുഗോപാലിനെ BJP സ്വീകരിച്ചത്? BJP-ക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ യുക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ ഒറ്റുകാരിയാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പറയാം. പക്ഷെ ആ യുക്തി ഉപയോഗിക്കുന്ന അതേ ആൾക്കാർ തങ്ങളുടെ പാളയത്തിൽ നിന്ന് ഒരാൾ മറ്റൊരു പാളയത്തിലേക്ക് പോകുമ്പോൾ അയാൾ ഒറ്റുകാരനാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മറ്റു പാളയത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെയും സ്വീകരിക്കാൻ പാടില്ല. കാരണം അവർ ഒറ്റുകാരിയാണ്. ഈ ഒറ്റ എന്ന് പറയുന്നതിന് ഏത് പാർട്ടിയിൽ നിന്ന് ഏത് പാർട്ടിയിലേക്ക് പോകുമ്പോൾ മാത്രമേ അത് ഒറ്റയായി മാറൂ എന്നൊരു സ്വഭാവമില്ല. 3, പാർട്ടിയുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് ഈ യുവമോർച്ചയുടെ സമ്മേളനത്തിലുള്ള മുദ്രാവാക്യങ്ങൾ. കാരണം സന്ദീപ് വാര്യർ അപ്രസക്തനാണ് എന്നും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറേ അല്ല എന്നുമാണ് ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെ, ശ്രീ ജാവദേക്കർ ഉൾപ്പെടെ, ശ്രീ കൃഷ്ണകുമാർ ഉൾപ്പെടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ എന്തോ കാരണത്താൽ, നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ വൈകാരികമായിട്ടുള്ള കാരണത്താലാണെങ്കിലും ഇത്രയും നാൾ സന്ദീപിന് ജയ് വിളിച്ച് നടന്നിരുന്ന ആൾക്കാർക്ക് അദ്ദേഹം പോയതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം അപ്രസക്തനാണ് എന്നാണോ? അല്ല.
അദ്ദേഹം പ്രസക്തനാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷൻ അദ്ദേഹം അപ്രസക്തനാണ് എന്ന് പറയുമ്പോഴും അണികൾക്കത് തോന്നുന്നില്ല എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു വലിയ കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് BJPയുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ പ്രകടനത്തിനെ മാത്രമാണോ മാധ്യമങ്ങൾ ഈ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അപർണയെ ഓർക്കുന്നുണ്ടാകും, ഏതാണ്ട് അടുത്ത കാലത്ത് തന്നെയാണ് SFIയുടെ ഒരു യുവ നേതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വളരെ മോശമായിട്ടുള്ള പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി നിന്ന് നടത്തിയിരുന്ന ഒരു പ്രസംഗം നമ്മുടെ നാട്ടിൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞു ഇത് SFIയെ മാത്രം ടാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണെന്ന്? അങ്ങനെയല്ല. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ നടക്കുന്ന കാര്യങ്ങളെ അതാത് കാര്യങ്ങളെ നമുക്ക് ആ സമയത്തുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് പറയുന്നതിനും വിമർശിക്കുന്നതിനുമുള്ള അധികാരമുണ്ട്. ഇനി എൻ്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ എന്താണ് ഈ ചാനൽ ചർച്ചകളിൽ ചെയ്യുന്നത്? രാഷ്ട്രീയക്കാരെ വിമർശിക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയ വിമർശകൻ എന്ന രീതിയിൽ എൻ്റെ അധികാരമാണ് ആൾക്കാരെ വിമർശിക്കുക എന്നുള്ളത്. അതെൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. നിങ്ങൾക്കത് എടുക്കാം, നിങ്ങൾക്കതിനെ തള്ളിക്കളയാം. പക്ഷേ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ഒരാളിനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന എന്തിനാണ്? ഒരാളിനെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അയാളുടെ പേരിനോട് മറ്റു പദങ്ങൾ ചേർത്തുകൊണ്ട് അയാളെ പറയുന്നത് എന്തിനാണ്? ആക്രി നിരീക്ഷകൻ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ഞാൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാകുന്നത്. ഞാൻ സാമൂഹ്യ വിഷയം പറയുമ്പോൾ ഞാൻ സാമൂഹ്യ നിരീക്ഷകനാണ്. ഇനി ആക്രിയെ നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആക്രി നിരീക്ഷകനാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള പേര് പറയുന്നത് ഞാൻ ആ സമയപരിമിതി കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് കടക്കാതെ. ഏതായാലും ഒരേ മലയാളം വാക്ക് ഉപയോഗിച്ചാലും വിമർശനമാണെങ്കിലും വെല്ലുവിളിയാണെങ്കിലും ടോൺ മാറിയാൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണോ ഒരു സ്വാഭാവിക രാഷ്ട്രീയ പാർട്ടിയുടെ രീതി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പിന്നൊന്നും പറയാനില്ല. സഹിഷ്ണുത ഏത് രാഷ്ട്രീയ സംവിധാനത്തിനും അത്യാവശ്യം വേണ്ട ഒരു കാര്യം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച പൂർണ്ണമാകുകയാണ്. വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ്, ആനന്ദ് കൊച്ചുകൂടി, ഒപ്പം ശ്രീ ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം.